Praise the Lord. Praise the Lord. Hallelujah. Hallelujah. May the name of the Lord be glorified. ദൈവികമായ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ സദസ്സിൽ നിങ്ങളോട് ചേർന്നായിരിക്കാൻ കർത്താവ് ഒരുക്കുന്ന എല്ലാ അവസരങ്ങൾക്കായും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. I thank God for this opportunity where the presence of the Lord is moving, that I could stand in your midst. Praise the Lord. Amen. Hallelujah. 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 വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് നിങ്ങൾ നടുവിൽ നിൽക്കുന്നത്. I'm standing in your midst with great joy today. ഈ ആരാധനയ്ക്ക് അനുഗ്രഹീതമായി നേതൃത്വം നൽകുന്ന ദൈവത്തിന്റെ ദാസൻ പ്രിയ വിൽസൺ പാസ്റ്റർ കുടുംബം, The man of God, Pastor Wilson, and the family. തന്നോട് കൂടെ പാസ്റ്ററൽ ടീമിന്റെ ഭാഗമായിരിക്കുന്ന ദൈവത്തിന്റെ ദാസൻ ബൈജു പാസ്റ്റർ ഉൾപ്പെടെ ഇവിടെ ഈ ലീഡർഷിപ്പിൽ നിൽക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് കർത്താവിനെ സ്തോത്രം I ചെയ്യുന്നു. glorify the Lord for Pastor Baiju and all the leadership of this church. അനുഗ്രഹീതമായ വർഷിപ്പ് ലീഡർ Accepted the offer. Praise the Lord. അങ്ങനെ ഒരു മാസം
അതിനുവേണ്ടി എക്സ്റ്റെൻഡ് ആയി. So for 1 month I extended my stay for this. സത്യം പറഞ്ഞാൽ ഇവിടെ വരാൻ കഴിഞ്ഞ ഒത്തിരി സന്തോഷമാണ്. And I have great joy that I'm here in your midst. ഞങ്ങൾ അല്പസമയം മാത്രമേ ക്വാളിറ്റി ടൈം ലഭിച്ചുള്ളൂ സംസാരിക്കാൻ. We only got a few time together to spend quality time. മിനിസ്ട്രി സംബന്ധമായ പല കാര്യങ്ങൾ ഞങ്ങൾ ദൈവദാസന്മാർക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ, ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. And as men of God they discuss many things related to ministry. അതൊക്കെ എനിക്ക് അനുഗ്രഹമായിരുന്നു. And it was a blessing for the man of God. ദൈവദാസിയുടെ ഹോസ്പിറ്റാലിറ്റി പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. Amen. Thank God for the hospitality. വിനയം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, കർത്താവ് ഈ കുടുംബത്തെ ആദരിക്കട്ടെ. Amen. Amen. We receive. അതോടൊപ്പം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് വളരെ പ്രിയപ്പെട്ട 2 കുടുംബങ്ങൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. There are 2 families very dear to pastor who are attending the പ്രിയ service. ഫേബയും കുഞ്ഞുങ്ങളും പ്രിയ എൽവിനും ആൻസിയും ഇവരിന്ന് മീറ്റിംഗിൽ ഒരുമിച്ച് ആരാധിക്കുന്ന ഒത്തിരി സന്തോഷം. Sister Faber and children and brother Elvin and Nancy are close to pastor. എൻ്റെ മാതാപിതാക്കൾ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും അധികം സ്വാതന്ത്ര്യമുള്ളത് ഫേബയുടെ പേരൻസിനോടാണ്. And after his own parents, he's got a great freedom with Faber's parents. ബന്ധത്തിലേക്കാൾ അധികം ഏകോദര സഹോദരങ്ങളെ പോലെ ഞങ്ങൾ ഇടപെടുന്നവരാണ്. And they're very close and have a very close relationship. അവരോട് ചേർന്നായിരിക്കും ഒത്തിരി സന്തോഷം. Thank God that he could have fellowship with them. എനിക്ക് ഒത്തിരി പരിചയക്കാരുണ്ട്. There are many people who are familiar to me. എന്നാൽ മിനിസ്ട്രിയിലുള്ള ആൾക്കാരിൽ അടുത്ത സുഹൃത്തുക്കൾ കുറവാണ്. But in my ministry life, I've only got few friends. സുഹൃത്തുക്കൾ പലരും കാണാം. There will be friends. ഈ അടുത്ത സുഹൃത്തുക്കൾ കുറവാണ്. But intimate friends are few. ഞാൻ എല്ലാ കാര്യവും തുറന്നു പറയുന്ന ഒരു ശുശ്രൂഷകൻ എന്ന് പറഞ്ഞാൽ അതിലൊരാൾ പ്രിയ ആൻസിയുടെ പിതാവ് ഡാർലി പാസ്റ്ററാണ്. And one of the people I share everything with is Sister Ansi's father, Pastor Darley. ഡാർലി പാസ്റ്ററെ പരിചയപ്പെടുന്ന സമയത്ത് ഞാനൊരു ബാങ്ക് എംപ്ലോയിയാണ്. And when I met Pastor Darley, I was a bank employee. അതുകൊണ്ട് എൻ്റെ ശുശ്രൂഷയുടെ ആദ്യ സമയം തൊട്ട് എൻ്റെ കൂടെ എപ്പോഴും ചേർന്ന് നിന്ന ഒരു ദൈവദാസന്റെ മകളാണ് പ്രിയ ആൻസി. Ansi is a daughter of the man of God who stood with Pastor through his ministry. ആൻസി പഠിക്കുന്ന കാലം തൊട്ട് കുഞ്ഞായിട്ടിരിക്കുന്ന കാലം തൊട്ട് ആൻസിയുമായിട്ടും വളരെ അടുത്ത ബന്ധം എനിക്കുണ്ട്. And he knows Sister Ansi from the time she was in a young age. എൽവിനെ എനിക്ക് ആൻസി വിവാഹം കഴിച്ചതിന് ശേഷമാണ് അറിയാവുന്നത്. And I only know Elvin after he married Ansi. എന്നാൽ വിവാഹ ശുശ്രൂഷിക്കേണ്ടതിനായിട്ട് അവിടെ ചെന്നപ്പോൾ കുടുംബത്തെ പരിചയപ്പെടാൻ കർത്താവ് ഒരുക്കി. And when I went for their wedding, I was able to meet their family as well. ഒരു കാര്യം എടുത്തു പറയേണ്ടത്, എൽവിൻ്റെ ചർച്ചിൻ്റെ പാസ്റ്ററായ സേവ്യർ പാസ്റ്ററുടെ മകൻ ജോബാണ് ഇപ്പോൾ ഷാർജയിൽ ഞങ്ങളുടെ ചർച്ചിന്റെ മീഡിയ മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത്. And it's important to say it's Pastor Elvin's pastor, Saviour's son, who leads the media team in Pastor's church. അങ്ങനെ ഒരു ബന്ധം എൽവിനുമായിട്ടുണ്ട്. And there's a relationship like that as well. ഒരു 6-7 പേര് അടങ്ങേണ്ട മീഡിയ ടീമിനെ ഒരുമിച്ച് കൊണ്ടുവന്ന ആളാണ്, ഒറ്റ ആളായിട്ട് കൊണ്ടുവന്ന ആളാണ് ജോബ്. And this young man Job leads the media team that should be done by 7 to 8 people. ഇവരെല്ലാം സുഹൃത്തുക്കളാണെന്ന് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യും. Thank God that they're all good friends. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. May the Lord bless you all. സന്തോഷമുള്ള ഒരു ആമേൻ പറഞ്ഞു. If you are filled with joy, say amen. Praise the Lord. Praise God. Praise the Lord. Praise God. നമ്മുടെ ഈ ശബ്ദത്തിന് എന്തോ ഒരു തകരാറുണ്ടല്ലേ? There is something a bit odd with our voice today. എന്തോ ആണ് എനിക്ക് പറയാൻ അറിയത്തില്ല. I cannot pinpoint it. ഒരു ചെറിയ ചിലമ്പലുണ്ട്. There is some small alteration. ഞാൻ ശബ്ദം കുറച്ചാ പറയുന്നേ. And I'm saying very low. സെറ്റ് ആക്കിയാൽ ഞങ്ങൾ മെസ്സേജിലേക്ക് കടക്കും. If you set the sound, I can enter my message. എനിക്കൊരു സംശയമുള്ളത്, one thing I always have a doubt. വിൽസൺ പാസ്റ്ററുടെ വീട്ടിൽ എല്ലാ മുറിക്കകത്തും ക്യാമറയും മൈക്കും സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. I have a doubt if there is cameras and mics set in every room in Pastor Wilson's house. ഞാൻ ശനിയാഴ്ച പ്രസംഗിക്കാൻ വേണ്ടി തയ്യാറാക്കിക്കൊണ്ട് വന്ന സാധനം പുള്ളി ഇൻട്രൊഡക്ഷൻ കയറി പറഞ്ഞു. And yesterday the message that Pastor should have preached, Pastor Wilson already said it. ഞാനാണ് ഇന്ന് അതുകൊണ്ട് തന്നെ പുള്ളി ഉറങ്ങിയതിന് ശേഷം മെസ്സേജ് തയ്യാറാക്കി. So today's message was prepared. Pastor was sleeping. ഇൻട്രൊഡക്ഷൻ കയറി പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തടാ അവിടെയും ക്യാമറയാണോ എന്നറിയത്തില്ല. And when Pastor said the introduction, he was wondering whether he saw it in a camera. ഞാൻ തയ്യാറാക്കിക്കുന്ന പ്രസംഗം സെക്കൻഡ് ടച്ച് എന്നുള്ളതാണ്. സെക്കൻഡ് ടച്ച്. The message the man of God has prepared is called second touch. ഒരു സ്പിരിച്വൽ അപ്ഡേഷൻ. A spiritual updation. Amen. ഇതാണ് എൻ്റെ വിഷയം. This is the topic he was going to take. ഈ പുള്ളി ഇത് കയറി പറഞ്ഞപ്പോൾ ഞാൻ ആകെ. Amen. എനിക്കൊരു കാര്യം അറിയാം. One thing I know. ഇന്ന് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്. Yes, Holy Spirit has something to speak to you today. Amen. അപ്ഡേഷൻ ആണ്. Updation. Amen. ഒരു ആമേൻ പറയാൻ പറ്റുമോ? Say amen.
ഒരു അപ്ഡേഷനാണ്. There is an updation. ഒരു അപ്ഡേഷനാണ്. And there is an updation. പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? Can you say it? പരിശുദ്ധാത്മാവ് ചിലതിനെ അപ്ഡേറ്റ് ചെയ്യും. The Holy Spirit is going to update something here. ഫേംവെയറുകൾ അപ്ഡേറ്റ് Oh, some firmwares are going to be updated. പരിശുദ്ധാത്മാവ് ചിലതിനെ Oh yes, Holy Spirit is going to അടുത്ത ഒരു നിലവാരത്തിലേക്ക് enter into a new realm. ഹയർ അതോറിറ്റിക്ക് ഹയർ അപ്ഡേഷൻ വേണം. Yes, for a higher authority you need a higher updation. ഹയർ കമ്മീഷനുകൾക്ക് ഹയർ അഭിഷേകം വേണം. Oh, for a higher commission you need a higher anointing. പ്രാർത്ഥിക്കാം. Can we pray? ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ The book of Philippians chapter 1 verses 4. ഇപ്രകാരം ഒരു വാക്യമുണ്ട്: നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അത് തികയ്ക്കും. Amen. The verse says like this, that he who began a good work in you is faithful to complete it. നിങ്ങൾ അവിടെ എന്തോ ഉണ്ടോ? ഫ്രൈഡേയിലെ മെസ്സേജ്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാൾ വരെയും അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. സ്തോത്രം. Amen. എന്റെ കൂടെ നിങ്ങൾ വരണേ. Walk with me. ഫിലിപ്പിയ ലേഖനത്തിന്റെ ആഴങ്ങളെ കുറിച്ച് ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. I don't want to go into the depths of the book of Philippians. തുടങ്ങിയവൻ പൂർത്തീകരിക്കും എന്നുള്ളതാണ് പറയാൻ തുടങ്ങുന്നത്. What I want to say is that he who began it will complete it. അതിന്റെ ഇടയിൽ നിനക്കൊരു സെക്കൻഡ് ടച്ച് ഉണ്ടാകും. And in between that period you will have a second touch. സെക്കൻഡ് ടച്ച് ഒരു അപ്ഡേഷൻ ആയിരിക്കും. That second touch will become your updation. ഫിലിപ്പിയ ലേഖനം നമുക്ക് നല്ലതുപോലെ അറിയാം. We know this book very well. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, Apostle Paul is saying like നിങ്ങളിൽ this. ചില പ്രവൃത്തി ആരംഭിക്കപ്പെട്ടിട്ടുണ്ട്. Something has begun inside you. അതുകൊണ്ട് അതിനെ തികയ്ക്കും എന്ന് എനിക്കറിയാം. So I know that will be fulfilled. ഞാൻ ഒന്നുകൂടെ പറയാം. Let me tell again. നിങ്ങൾ തികയ്ക്കണം എന്നുള്ള വാക്കിനപ്പുറത്ത് More than you fulfilling it. പൗലോസിന് ഫിലിപ്പിയ സഭയിലുള്ള കോൺഫിഡൻസിനേക്കാൾ, More than the confidence Paul had in the church of Philippians. പൗലോസിനുള്ള കോൺഫിഡൻസ് വേല ഏൽപ്പിച്ചവന്റെ മേലാണ്. Paul's confidence was in the person who gave the work into you. ഒന്നുകൂടെ ഞാൻ പറയാം. Let me tell you again. ബെഞ്ചോ, നീ നിന്നെ ഏൽപ്പിച്ച മിഷൻ പൂർത്തിയാക്കും എന്നുള്ളതിനേക്കാൾ, More than the mission that you will fulfill it, ബെഞ്ചോ, നിന്റെ മേൽ കർത്താവ് ഏൽപ്പിച്ച മിഷനെ കർത്താവ് പൂർത്തീകരിക്കുമെന്ന് പറയുന്ന ഒരു പദം. That it is better to say that the Lord will fulfill the mission that he has appointed on your life. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? Are you with me? ഇന്ന് പകൽ നമ്മുടെ വിജയം നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് അല്ല. Your victory is not in your own confidence. സെൽഫ് കോൺഫിഡൻസ് ഉടയുന്നിടത്തെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നടക്കൂ. Where your self confidence breaks, that's where the Holy Spirit works. പക്ഷേ എനിക്ക് നിന്റെ സഹായം വേണമെന്ന് പറയാൻ കഴിയുന്നവരുണ്ടെങ്കിൽ, But if you say, Lord, I need your help, പരിശുദ്ധാത്മാവ് ഒരു ദൂത് കൈമാറുന്നു. Holy Spirit is speaking something to നിന്നെ you. വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. The presence of the Lord will bring you into victory. അതുകൊണ്ട് എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോ, That's why when you come to the book of 12-ാം Hebrews, അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും, author and finisher of your faith. yes, it says he's the author and finisher of your faith. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു. Yes, the Jesus, the author and the finisher of your faith. 12:2 യേശുവിനെ നോക്കാനല്ലേ പറയുന്നേ? In 12:1 it says, look at Jesus. കാരണം എന്താ? Why is that? ആരംഭിച്ചവനാണ് പൂർത്തീകരിക്കുന്നത്. Only the person who began can complete it. എന്റെ ചോദ്യം, My question is, 11-ാം അധ്യായത്തെ നമ്മൾ വിളിക്കുന്നത് എന്താ? what do we call the Hebrews 11? വിശ്വാസ വീരന്മാരുടെ പട്ടികയല്ലേ? It is the scale of all the faith warriors. ഇത്രയും പേരുടെ ലിസ്റ്റ് ഇട്ടിട്ട് A list of faith warriors. 12:1 ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്, When I look at chapter 12, ഇവരെ നോക്കാൻ പറയുന്നതല്ലേ? I would have expected to look at the people in chapter എന്റെ 11. കൂടെ ഉണ്ടോ നിങ്ങൾ? Are you with me? 11 മിടുക്കന്മാരുടെ ലിസ്റ്റ് ഇട്ടു. In 11 it talks about the able people. 11 കഴിവുള്ളവന്റെ ലിസ്റ്റ് ഇട്ടു. In 11 it talks about all these great 11 people. വിജയിച്ചവരുടെ ലിസ്റ്റ് ഇട്ടു. In 11 it talks about the victorious പക്ഷേ people. എഴുതി വെച്ച പൗലോസ് പറയാ, But this Paul who wrote all this, ഇവരെ അല്ല he നോക്കേണ്ടത്. says, don't look at these people. ഇവരെ അല്ല നോക്കേണ്ടത്. Don't look at these people. ഇവരെ നോക്കിയാ ശരിയാവൂല. If you look at them, you will not go right. പകരം നോക്കാൻ കഴിയുന്നവൻ, But instead, who you should look ഇവരെ at വിജയിപ്പിച്ചൊരു ദൈവമുണ്ട്. is the God who made these people come on, വായുകളെ തുറന്ന്. victorious. Open your mouths. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഒരു ദൂത് കൈമാറുന്നു. Holy Spirit is saying നിന്നെ prophetically, വിളിച്ചവൻ വിശ്വസ്തൻ. the Lord who called you is നിന്നെ faithful. വിളിച്ചവൻ The വിശ്വസ്തൻ. Lord who called you is ആ ദിവസം faithful. വരെ കാപ്പോൻ ശക്തൻ. He is faithful to keep you safe till that day. Amen.
11 കാണുന്ന പലരെ നോക്കിയ പ്രശ്നം. If you look at the people in chapter 11, you will be in trouble. 11 ഒന്നാം ലിസ്റ്റ് ഹാബേലിന്റേതാ. The first list is about Abel. അല്ലേ? ആരാധനയ്ക്ക് വേണ്ടി വില കൊടുത്തവർ. Somebody who paid his price for worship. സിംഹത്തിന്റെ വായടച്ചവന്റെ പേരല്ല ഒന്നാമത്. The first is not the name of the person who shut the mouth of the ആരാധനയ്ക്ക് lions. വന്നവന്റെ പേരാ. It is who came for worship. Amen. കൂടുണ്ടോ? Yes, amen. ആ ഇടയ്ക്കൊക്കെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നോ, പേര് ഒന്നാമത് വന്നോളൂ. Come for fasting prayer, your name will be in the first in the league table. വരാത്തവരാരും പിണങ്ങല്ല. If you did not come, don't be upset. Praise the Lord. Hallelujah. അപ്പൊ ആരാധനയ്ക്ക് പോയവന്റെ പേര് The person who came to worship ഒന്നാമത് എഴുതി. becomes the first in the list. 2, Second, ആരാധിച്ചവന്റെ പേരിൽ ജീവൻ കൊടുത്തവനായിരുന്നു ഹാബേൽ. Abel gave his life because he worshipped. അവന്റെ പ്രോട്ടോകോളിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്ന ആര് ഇതിനകത്തുള്ളത്? Is there anybody who can stand in front of Abel? ഇപ്പം ഡബിൾ കിട്ടും ഞായറാഴ്ച ജോലി ചെയ്താൽ. Now, if you work on Sundays, you will be paid double. ട്രിപ്പിൾ തരാമെന്ന് പറഞ്ഞാൽ ആരാധന നമ്മൾ മാറ്റി ശനിയാഴ്ച വെക്കത്തില്ല. If they say they'll pay you 3 times, you will go leave worship. അപ്പൊ ആരാധിച്ചതിന്റെ പേരിൽ തല കളഞ്ഞവനായിരുന്നു ആര്? Yes. So Abel sacrificed his head because he worshipped. ആരാധിക്കുന്നവരെ വെടിവെച്ച് കൊല്ലാൻ ഓർഡർ UK വീണാൽ ഇന്ന് ആരാധനയ്ക്ക് എത്ര പേര് കാണും? If there is an order in the UK that you worship, you will be shot dead. How many will be present here? അപ്പം വായിച്ച് നമ്മൾ വേറൊരു വാക്യം എടുക്കും. Then we'll take another verse. അറ തുറന്ന് വാതിലടച്ചകത്ത് കയറി രഹസ്യത്തിൽ അറിയുന്ന. Yes, go inside your closet, close the door, and there's God who knows yours in secret. നമ്മുടെയിലാണോ വാക്യമില്ലാത്ത? Are we lacking verses? കൂടെ ഉണ്ടോ നിങ്ങൾ? Yes. ആരാധിച്ചതിന്റെ പേര് ജീവൻ കളഞ്ഞവൻ. Abel gave his life because he പക്ഷെ worshipped. നോക്കരുതെന്ന് പറയാൻ കാരണം, But why did they say don't look at him? സൂക്ഷിച്ചു നോക്കിയാൽ If you look at him carefully, ഒരു നിലവിളി കേൾക്കാം. you will see him crying. എന്താ നിലവിളി? What is that crying? സഹോദരനെതിരെ നിലവിളിക്കുന്ന ഒരു രക്തം. A cry against his brother. കായീനെതിരെ നിലവിളിക്കുന്ന ഒരു രക്തം. A cry that is against his brother Cain. ഹാബേലിനെ നോക്കിയാൽ ശരിയാവൂല. If you look at Abel, you will not be right. പക്ഷെ നോക്കാൻ പറ്റുന്ന ആരാന്നറിയാമോ? But who can you look at? Author and finisher of your faith. Yes, amen. The author and the യേശു finisher of ക്രിസ്തുവിനെ our നോക്ക്. faith. Look at Jesus. അവന്റെ രക്തം സഹോദരന്മാർക്ക് വിരോധമായി നിലവിളിക്കുകയല്ല. His blood is not crying against his പകരം brothers. ആ രക്തം വിളിച്ചു പറയുന്നത് But that blood is shouting, ഹാബേലിന്റെ രക്തത്തെക്കാൾ, oh, more than the blood of ഹാബേലിന്റെ Abel. രക്തത്തെക്കാൾ More than the blood of അടുത്ത പദം Abel. മറക്കല്ല്. Yes. ഗുണകരമായി, Oh, yes. ദോഷകരമായല്ല, That's right. ഗുണകരമായി. Come on. The blood that is more beneficial than the blood of Abel. ഹാബേലിന്റെ രക്തം സഹോദരന് ദോഷത്തിനു വേണ്ടി നിലവിളിച്ചെങ്കിൽ, Abel's blood cried against his brother. ഗുണത്തിനു വേണ്ടി നിലവിളിക്കുന്ന ഒരു രക്തം. But here Jesus' blood cries എന്നെ for your good. ഉപദ്രവിച്ചവനോട് ക്ഷമിക്കണമേ എന്ന് He നിലവിളിക്കുന്ന ഒരു says, രക്തം. forgive those who harm me, നോക്കാൻ Lord. കൊള്ളാവുന്നവൻ, author and the finisher Yes. of my faith. The only person worthy to look at is the author and the ആ finisher of our കരമുയർത്തി faith. ഒരാമേൻ പറയാൻ Lift എത്ര your പേർക്ക് hand and കഴിയും? say amen. Praise the Lord. ഞാൻ ആ ഭാഗം അങ്ങനെ വിടുക. I leave that place. നിങ്ങൾ താഴോട്ട് എടുത്ത് നോക്കിയോ, അബ്രഹാമിനെ നോക്ക്, ഇസഹാക്കിനെ നോക്ക്, യാക്കോബിനെ നോക്ക്, സാറയെ നോക്ക്, ഇവിടെല്ലാം നോഹയെ നോക്ക്. പെട്ടകമൊക്കെ പണിതാ, പക്ഷെ സമയം കിട്ടിയപ്പം ചെറുതായിട്ട് അല്പം അടിച്ച് തൂങ്ങിക്കിടന്ന ടീമാണ് നോഹ. And if you keep looking at all these people, look at the life of Noah. Even though he built the ark, he drank a little and went drunk. സൂക്ഷിച്ച് നോക്കിയാൽ നിനക്ക് വാട്സാപ്പിലും ഫേസ്ബുക്കിലും എഴുതാൻ പലതും കിട്ടും. If you look at these people carefully, you will have many things to talk about them in WhatsApp and Facebook. നോക്കേണ്ടത് നോഹയല്ല, But you can't look at Noah. നോക്കേണ്ടത് അബ്രഹാമിനെ You അല്ല, can't look at Abraham. നോക്കേണ്ടത് ഇസഹാക്കിനെ You അല്ല, cannot look at Isaac. നോക്കേണ്ടത് author and finisher of your faith. Amen. You should look at the author and the finisher of your faith. വിശ്വാസത്തിന്റെ നായകനെ. Oh yes, the finisher of my faith. ആമേൻ പറഞ്ഞേ. Amen. ഫിലിപ്പിയ ലേഖനം ഒന്നാം റോമൻ കാരാഗ്രഹത്തിൽ ഇരുന്നുകൊണ്ട് എഴുതിയ ലേഖനമാണ് ഫിലിപ്പിയ The ലേഖനം. book of Philippians was written when Paul was in prison in Rome. റോമൻ കാരാഗ്രഹത്തിൽ ഇരുന്ന് എഴുതിയ കാരാഗ്രഹ ലേഖനങ്ങൾ പഠിക്കാൻ എളുപ്പമാണ്. It is very easy to learn the letters Paul wrote from a prison. ഞങ്ങൾ സെമിനാരി വിളിക്കുമ്പോൾ ഈ എപ്പിസിൽസിന് വിളിക്കുന്നത് എപ്പിഫിലി കൊലോഫിലി. And in the seminary when we teach, we call them epiphily, colophily. ചേർന്ന് പറഞ്ഞ എപ്പിഫിലി കൊലോഫിലി. Say epiphily, colophily. എല്ലാരും പറഞ്ഞില്ല? Open your mouths and say epiphily, colophily. എഫേസിയർ, ഫിലിപ്പിയർ, കൊലോസിയർ, ഫിലമോൻ.
It's, the 4 letters that was written in the Roman prison. അപ്പൊ കാരാഗര ലേഖനം കിട്ടിയല്ലോ. You got the prison letters. ഇനി പൊതുലേഖനങ്ങൾ പിന്നെ പറഞ്ഞുതരാം, പാസ്റ്റർ പറഞ്ഞുതരും. And then pastor will teach you the other letters. എല്ലാരും പറഞ്ഞ എപ്പിഫിലി കൊലോഫിലി. Epiphily, colophily. അപ്പൊ കാരാഗ്രഹങ്ങൾ ഏതൊക്കെയാ? Which are the 4 prison letters? എല്ലാരും പറ. അതവിടെ നിൽക്കട്ടെ, സാധനം എന്തൊക്കെയാന്ന് പറ. എന്തൊക്കെയാ? എഫിഷ്യൻസ്, Philippians, ഫിലിപ്പിയർ, Colossians, കൊലോസിയർ. Philemon. പഠിച്ചില്ല എല്ലാരും? Did you learn ഇത്രയുള്ള it? കാര്യം. പ്രൈസല്ലോ. ഓക്കെ, അപ്പം കാരാഗ്രഹത്തിൽ ഇരുന്നുകൊണ്ട് എഴുതുക. And here in a prison, Paul is writing this letter. ഫിലിപ്പി വെച്ചാണ് തന്റെ റോമ പൗരത്വത്തെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസും ശീലാസും കൂടെ സംസാരിച്ചത്. And Paul and Silas are speaking about his Roman heritage. ഫിലിപ്പിയ സഭ അടിയുടെയും ഈട്ടിയുടെയും മുമ്പിൽ വിറച്ചു നിൽക്കുന്ന കാലം. And the time when Philippians church was afraid in front of the torture and the persecution. മുമ്പോട്ട് പോകാൻ ഒരു സാഹചര്യമില്ലാതെ This church had no way to go forward. പ്രതിസന്ധിയുടെ ആഴങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു They സഭ. are going through the depth of persecution. അടുത്ത ദിവസം എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയത്തില്ല. This church doesn't know how they will face the next day. എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയത്തില്ല. They don't know how they will carry forward. അസാധാരണമായ പീഡനങ്ങൾ. They are having a lot of torture and persecution. ആ സമയത്ത് പൗലോസ് എഴുതുകയാണ്. And you see Paul writing തിമോഥെയോസിനോട് ചേർന്ന് with Timothy. രണ്ട് ഉദ്ദേശമാണ് പ്രധാനമായും. He has 2 aims. ഒന്ന് എപ്പഫ്രൊദീത്തോസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ധനശേഖരണത്തോട് നന്ദി പറയാൻ. One, he wants to thank for the money that they sent through Epaphroditus. ഞാനൊരു ദൂത് പറയട്ടെ. Let me tell you a prophecy. എല്ലാരും കേൾക്കണം. You should all listen. സ്തോത്രാഴ്ച എടുത്തിട്ട് എടുക്കാൻ പോകുന്നേ ഉള്ളൂ. We haven't taken offering yet. We will take അതിനു it. മുമ്പാ ഇത് കേൾക്കണ്ടേ. Before that, you must listen. ഒരു പ്രശ്നവും ഇല്ലാത്തവനല്ല അയച്ചത്. This person, he was not in a good position when he sent the money. ഫിലിപ്പിയ സഭ This church പ്രതിസന്ധിയുടെ നടുവിൽ was in the midst of persecution, ദൈവത്തിന് വേണ്ടി കൈനീട്ടിയവൻ. but they stretched their hand for the work of God. ഒരാമേൻ പറയണേ. Say amen. പ്രശ്നങ്ങൾ തീർന്നിട്ട് കർത്താവിന് വേണ്ടി നിൽക്കാൻ നിൽക്കരുത്. Don't wait for your problems to finish to stand for the പ്രതിസന്ധിയുടെ Lord. നടുവിൽ In the midst of your troubles, സഭയ്ക്ക് വേണ്ടി നിന്നവൻ. stand for the church. ഞാനൊരു ദൂത് പറയാം. Let me tell you a എന്റെ message. ദൈവം ആർക്കും My കടക്കാരനല്ല. God is not a debtor to anybody. ദൈവത്തിന് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ, If you stood for the Lord, സമയം if ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ, you spend time for Him, നന്മ if മുടക്കിയിട്ടുണ്ടെങ്കിൽ, you have spent your money for Him, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി സമയം if you ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ, have spent time for ഒരു God's work, പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ, at least if you've sung ഒരു a song, കസേര if പിടിച്ചിട്ടുണ്ടെങ്കിൽ, you put a chair in this സ്വർഗ്ഗം place, നിന്നെ ഓണർ ചെയ്യും. the heaven will honor you. ഞാൻ മുമ്പോട്ട് വരട്ടെ. Let me come forward. ശ്രദ്ധിച്ചേ. അപ്പൊ Pay attention. പ്രതിസന്ധിയുടെ നടു നിൽക്കുന്ന ഫിലിപ്പിയ സഭ Philippians is in the middle of persecution. പൗലോസ് എഴുതുകയാണ്. Paul is writing, ഒരു കാര്യം ഓർത്തോണം. remember one thing, നീ ഭാരപ്പെടല്ലേ. don't be burdened. പകരം Instead, നിനക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം ഞാൻ പറയാം. one thing I'll tell you so നീ you കാണുന്ന understand. നല്ല പ്രവൃത്തി മൊത്തം ഉണ്ടല്ലോ, All this good work you're seeing, നീ തുടങ്ങിയതല്ല. you did not begin it. നിന്നിൽ ആരംഭിച്ച ഒരുവനുണ്ട്. There is somebody who began a good work നിന്നിൽ in you. ആരംഭിച്ച There ഒരുവനുണ്ട്. is somebody who began a good work in you. ആരംഭിച്ചൊരു ദൈവമുണ്ട്. That God who began a good അതുകൊണ്ട് work. എനിക്കൊരു കാര്യം ഉറപ്പാണ്. So one thing I know, ആരംഭിച്ചവൻ the Lord who began it, എത്ര പ്രശ്നം വന്നാലും, how much ever trouble comes, എത്ര പ്രതിസന്ധി how much വന്നാലും, ever നീ persecution comes, മാനസികമായി തളർന്നാലും, even though your heart is നീ failing, പ്രതിസന്ധി even കയറിപ്പോയാലും, though you're in ചില trouble, മേഖല നീ ഒരു സ്റ്റെപ്പ് പുറകോട്ട് in മാറിയാലും, some places you've taken a ചില step back, പ്രയാസം കണ്ട് ചെറുതായി നീ ഒന്ന് പിന്മാറി some നിന്നാലും, things you have taken നിന്നെ back തിരിച്ചു പിടിക്കുന്ന to hold you back. ഒരു ദൈവമുണ്ട്. There is a God who will bring ഒരു you back. സെക്കൻഡ് ടച്ച് ഉണ്ട്. There is a second hold them close. അതുകൊണ്ട് യോഹന്നാൻ 17 ഇങ്ങനൊരു വാക്ക് യേശു പറഞ്ഞു. So in John 17, Jesus said like പിതാവേ, this, നീ എനിക്ക് തന്നവരിൽ Father, these people you have given me, നാശയോഗ്യനായ ആ ഒരുവനല്ലാതെ excluding one who is for the hell, ബാക്കി എല്ലാവരും എന്റെ കൂടെ ഉണ്ട്. all the others I have kept safe. എനിക്ക് അന്നൊരു കാര്യം മനസ്സിലായി. One thing I understood, 12 ഒരെണ്ണം തമ്പുരാന്റെ കയ്യിൽ നിന്ന് പോലും പോയ നാശയോഗ്യനാണ്. there is one person who Jesus as well lost to hell. നിന്റെ കരിയറിൽ ചിലത് പോകും, Some things in your career will go. നിന്റെ ലൈഫിൽ ചിലത് പോകും, Some things will be lost in your life. ചിലതൊക്കെ പോകുന്നത് അനുഗ്രഹം. It is good that some people go, it is for good. Amen. നാശയോഗ്യനല്ലാതെ Other than this one, ബാക്കി എല്ലാം എന്റെ കൂടെ ഉണ്ട്. all the others I've kept safe. യേശു പറയാ,
Jesus says, അതിൽ ഒരുവനായിരുന്നു പത്രോസ്. one of them were Peter. ഏറ്റവും അധികം നമുക്ക് പ്രസംഗിക്കാൻ ഇഷ്ടം പത്രോസിനെയാണ്. We like to preach about Peter. അതുകൊണ്ട് പത്രോസിനെ കുറിച്ച് ഒരു വാക്ക് ഞാനൊന്ന് പറയുകയാണ്. So let me tell you a word about Peter. പത്രോസിന്റെ ഹിസ്റ്ററി Peter's history, എടുത്തു പറയാൻ എളുപ്പമുള്ളത് what is easy to talk about his history, രണ്ട് മീൻപിടുത്തമാണ്. is 2 times he did fishing. രണ്ട് മീൻപിടുത്തം. Twice he did fishing. അവൻ ഒത്തിരി പ്രാവശ്യം മീൻ He പിടിച്ചിട്ടുണ്ട്. might have fished many times before, രണ്ട് മീൻപിടുത്തം അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. but 2 fishing episodes changed his life. ഒരാമേൻ പറഞ്ഞു. Say amen. പക്ഷെ വിശ്വസിച്ചു. But believe it, അവൻ ജീവിതത്തിൽ മീൻ പിടിച്ചതിൽ from his fishing episodes, അവൻ പിടിച്ച മീനെ കൊണ്ട് അവന് ഗുണം വരാത്തത് ഈ രണ്ട് മീൻ പിടുത്തം. but these 2 fishing times he did not gain anything out of these fishing trips. ആണോ? നിങ്ങൾ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ. You're looking at me. പത്രോസ് മീൻ പിടിച്ചോ? Did Peter catch a fish? എപ്പോഴാ പാസ്റ്റർ? When was it? ഞങ്ങൾ ഓക്സ്ഫോർഡിൽ അത് കണ്ടില്ലല്ലോ. I haven't seen it in Oxford. ഇഷ്ടം പോലെ മീൻ പിടിച്ച ആളാ പത്രോസ്. Peter has caught fish many times, പക്ഷെ രണ്ട് പ്രാവശ്യം മീൻ പിടിച്ചത് but twice he caught fish. അവന് ഗുണമുണ്ടായില്ല. It made no use to his life, പക്ഷെ അതാ അവന്റെ ലൈഫിനെ തിരിച്ചത്. but that changed his life. ഒന്ന് ഫസ്റ്റ് ടച്ചും രണ്ട് സെക്കൻഡ് ടച്ചും. That was the first touch and then the second ഒന്ന് touch. ഇനീഷ്യൽ ഇഗ്നിഷനും രണ്ട് അപ്ഡേഷനും വരും. And the first time he was ignited, second time he was updated. അടുത്തൊരു പദം കൂടെ പറയാം. And next thing I'll tell, ഈ രണ്ട് തവണ മാത്രമേ അവന്റെ പടക് നിറഞ്ഞിട്ടുള്ളൂ. and only his boat was filled these 2 times. പകുതി നിറഞ്ഞപ്പോഴൊക്കെ അവൻ വിറ്റു. Every time he was filled half, he sold it. പകുതി നിറഞ്ഞപ്പോഴൊക്കെ കുറച്ച് തോരൻ വെക്കാൻ വീട്ടിൽ കൊണ്ടുപോയി. And every time he got half, he took it home to cook. ഫുള്ള് നിറഞ്ഞപ്പോ അവൻ അതുകൊണ്ട് ഒരു ഗുണവും But when the ship was full of fish, it was no use to നമ്മൾ Peter. ഫുള്ള് നിറയാൻ വേണ്ടി ഉപവാസിരിക്കല്ലേ. We are fasting to be filled. ഫുള്ള് നിറയുമ്പോ ഓർത്തോണം ദൈവവേലയ്ക്ക് ഇറങ്ങാൻ സമയമായി. When you are filled, remember it's time to do the work of the Lord. അങ്ങേ അറ്റം വരെ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? I hope you are all with me. മീഡിയ ടീം ഒരു സ്വത്രം പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. It's okay if the media team says, Praise the praise Lord. God. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പിടികിട്ടിയോ? Do you understand? Praise the Lord. Praise God. ഈ രണ്ട് മീൻപിടുത്തത്തെ ഞാൻ വേഗത്തിൽ ഒന്ന് പറഞ്ഞ് I അവസാനിപ്പിക്കാം. want to explain these 2 episodes where Peter caught fish. ഒന്ന് ലൂക്കോസ് 5-ലും ഒന്ന് യോഹന്നാൻ 21-ലുമാണ്. One is in Luke 5 and one is in John 21. എടുക്കണ്ട, ഞാൻ വേഗത്തിൽ പറഞ്ഞങ്ങ് I പോകാം. will tell you. ലൂക്കോസ് 5-ലുള്ള സുവിശേഷ മീൻപിടുത്തത്തെ കുറിച്ച് In Luke 5, you see him catching fish. കോണ്ടെക്സ്റ്റ് ഞാനൊന്ന് പറയാം. Let me tell you the context. ഒന്ന്, രാത്രി മൊത്തം അധ്വാനിച്ചു. The whole night Peter worked hard ഒന്നും ഗുണം വന്നില്ല. and he got nothing. രാത്രി മൊത്തം The അധ്വാനിച്ചു. full night Peter was ഒന്നും working. ഗുണം വന്നില്ല. He got nothing. എന്ന് പറഞ്ഞാൽ ശൂന്യമായ ഒരു ചാപ്റ്റർ. That means a chapter where he was empty. ഒരു ദൂത് ഞാൻ പറയട്ടെ. Let me tell you a message. സ്വർഗം നിന്റെ മേൽ പ്രവൃത്തി ആരംഭിക്കുന്നത്, The heaven starts a work in your life. അതിന്റെ ഇനിഷ്യൽ സ്റ്റേജ് The initial stage, നിന്നെ ഒന്നുമല്ലതാ. it will make you into a nothing. Amen. Amen. ആമേൻ. Amen. നീ ഏതാണ്ടൊക്കെ ആണെന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ If you think that you are something, മൂക്ക് കൊണ്ട് ഇക്ഷ ഇങ്ങ ഇറ വരപ്പിച്ച്, ഇംഗ്ലീഷ് ഇങ്ങ ഇറ ഇല്ലാത്ത ഞാൻ എന്നാ ചെയ്യാൻ? പിന്നെ ഒടിഞ്ഞു മടങ്ങിക്കുന്ന W എല്ലാം പറയുക എന്നല്ലാതെ നിന്നെ കൊണ്ട് ഞാനൊരു കൊളോക്കിയൽ വാക്ക് പറയാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർക്കുന്നുണ്ട്, ക്യാമറ ഉണ്ടെന്ന്. ഒരു കൊളോക്കിയൽ വാക്ക് പറയാം. നീ ഒരു ചുക്കും അല്ലെന്ന് തെളിയിച്ചിട്ടേ തമ്പുരാൻ പണി തുടങ്ങും. the Lord will start working in your life first by proving that you are a nothing. നീ ഗുഡ് ഫോർ നത്തിങ് ആണെന്ന് Yes. കർത്താവ് തെളിയിക്കും. The Lord will prove to you that you are good for nothing. ജീവിതത്തിൽ ചില ചാപ്റ്ററുകൾ വരും, There are some chapters that will come in your life. ഒന്നും വർക്കൗട്ട് ആകാത്ത, Nothing will work out. ഒന്നും നിനക്ക് അനുകൂലമായി വരാത്ത, Nothing will be in your favor. നിന്റെ കഴിവുകളെല്ലാം All പരാജയപ്പെടുന്നു. your ability will fail. നിന്റെ എഡ്യൂക്കേഷന്റെ സർട്ടിഫിക്കറ്റിന് നിന്നെ സഹായിക്കാൻ കഴിയും. Your education certificate will നിന്റെ fail. കൂടെ നിൽക്കുമെന്ന് നീ പ്രതീക്ഷിച്ച മാതാപിതാക്കൾ പോലും നിസ്സഹായരാകുന്നു. Even the parents you relied on will be ചില helpless. മേഖലകൾ വരും. There are some situations will പക്ഷെ come. ഇന്ന് പകൽ ഒരു ദൂത് പറയാം. But let me tell you a message. കരയരുത്, Don't cry. ഭാരപ്പെടരുത്, Don't be burdened. അവശരാകല്ല്, Don't be weak. പ്രതീക്ഷ കൈവിടല്ല്. Don't give up hope. ഫസ്റ്റ് ടച്ചിന്റെ ടൈമാണ്. This is the time of your first touch. touchന്റെ time ആണ്. This is the time of your First first touch. touchന്റെ This time is ആണ്. the time of your നീ first touch. തുടക്കക്കാരനായതുകൊണ്ടല്ല മീൻ പിടിക്കാഞ്ഞേ. You did not get the fish not because you're a beginner. നീ തുടക്കക്കാരനായതുകൊണ്ടല്ല മീൻ കിട്ടാഞ്ഞേ. You failed not
because you're a beginner. നിന്റെ കഴിവ് മോശമായതുകൊണ്ടുമല്ല മീൻ പിടിക്കാൻ. You did not catch fish not because you don't have ability. അങ്ങനായിരുന്നെ മിടുക്കനായ അടുത്ത ആളെ കൊണ്ട് വീശിപ്പിച്ചേനെ യേശു. And if it was like that, Jesus would have brought another able person. തന്നെയല്ല വീശിപ്പിച്ചേ. But Jesus made Peter himself throw the net. അതിന്റെ അർത്ഥം that means നിനക്ക് വീശാൻ അറിയാം. you know how to throw the നിന്റെ net. വലയ്ക്കകത്ത് മീൻ കേറും. Fish will enter your നിന്റെ net. പടക് നിറയും. Your boat will be full. പക്ഷേ ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത But the importance of this നിന്നെ chapter ശൂന്യമാക്കുന്നതാണ്. is God is making you നീ empty. ഒന്നുമല്ലാതാകുന്നതാണ്. He's making you into a നീ nothing. തകരുന്നതാണ്. A place where you will be broken down. ഇന്ന് പകൽ എത്ര പേര് ആമേൻ പറയാൻ How many കഴിയും? of you will say ജീവിതത്തിൽ amen? നീ കടന്നുപോയ തകർച്ചകൾ, The failures in your life, ജീവിതത്തിൽ നീ കടന്നുപോയ പ്രതിസന്ധികൾ, the persecutions in your life, അടുത്ത Holy Spirit is speaking. നിന്റെ പ്രതീക്ഷ കൈവിട്ടാലും Where your hope is lost, നിന്നിൽ ഒരു പ്രവൃത്തി ആരംഭിക്കാം. ഘടന ഘടക ധകന ഹടയ മടക റിഗന ലഗന കതുര ഘടക ജനക ഘടക ധുരാധന റഗാധന ഒരറ്റം മുതൽ ഒരറ്റം വരെ on one end to the other end, ഒരു അസാധാരണമായ supernatural. ആത്മപകർച്ച ഉണ്ടാകട്ടെ. Let there be a move of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തി Holy Spirit's ചില power. ഹൃദയങ്ങളിൽ നിറയട്ടെ. Let it fill your heart. പരിശുദ്ധാത്മാവിന്റെ ശക്തി, The Holy Spirit's power. പരിശുദ്ധാത്മാവിന്റെ The ശക്തി power of the Holy Spirit. നിറയട്ടെ. Let it fill. Prachasete maradara dialaranada. ദുരബല ഘടക ജനാദല ഘടക മടക ദുരാജല ഘടക ഘടക മടക ഘടക ഘടക Shabala bauda manada. Rekleni yadiara shanta യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അഭിഷേകം പ്രാപിക്കാത്ത ആരെങ്കിലും If you haven't received the anointing, ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ are you sitting inside ഇപ്പോൾ here? ഫസ്റ്റ് അല്പനിമിഷങ്ങൾ ദൈവസന്നിധിയിൽ, അല്പനിമിഷങ്ങൾ ദൈവസന്നിധിയിൽ ആത്മമണ്ഡലത്തിൽ ആരാധിക്കാം. Praise him in the spiritual realm. Ranta masi brata diala ranaka se ronta dia da bara shantara ra bolo roniata rele renia da la ranaka siara ra rompolo ronia da vase brudia da da gara dia rente masi toro rolo rodia da da rele 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 bata ruba baba gashiana da da rekena taporo siti mama ribolo roniata sekele Jesus is moving in our midst. യേശു നമ്മോട് കൂടെ ചലിക്കുന്നു. I receive, Lord. Kantasata. I receive. ഇന്നലെ വരെ നടന്നത് പലതും ഇന്ന് നടക്കാതെ വരുമ്പോ, When things that happened till yesterday does not happen anymore. ഇന്നലെ വരെ നീ കൈവച്ച എല്ലാ മേഖലയും വിജയം കണ്ട നീ ഒരു ദിവസം പരാജയപ്പെടും. Till yesterday you saw victory, but suddenly you're failing. നീ എടുത്ത ഡിസിഷന്റെ പ്രശ്നമല്ല. It is not the problem with your decision. That's right. Amen. നിന്റെ കഴിവ് തെറ്റിയതല്ല. Your ability did not fail. നീ കൊണ്ടുവന്ന പ്രൊവിഷൻ, നിന്റെ നെറ്റ്, നിന്റെ വല കീറിയതല്ല. It is not that your net, your provision ripped apart. Amen. ചിലത് നിറയാത്തതിന്റെ കാര്യം മടി പിടിച്ച് നീ വല വീശാത്ത കൊണ്ടുമല്ല. The reason why you're not being filled is not because you're lazy. പക്ഷേ But ഈ ചാപ്റ്റർ, this chapter, ഈ സെഗ്മെന്റ്
This segment ദൈവത്തിന്റെ emptying segment ആണ്. is a segment where the Lord is emptying your life. Oh Jesus. Amen. നിന്നെ ശൂന്യമാക്കുന്ന, He will make you empty. നീ ഒന്നുമല്ലെന്ന് നിനക്ക് തന്നെ തെളിയിക്കുന്ന, He will prove to you that you are a nothing. എന്നെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ Where കഴിയത്തില്ലെന്ന് the Lord proves that without him you cannot do നിന്നോട് anything. തന്നെ സ്വർഗം സംവദിക്കുന്ന, Oh, this is where heaven is speaking to you. കാരണം ഒന്നും കഴിയാത്ത നിന്റെ ജീവിതത്തിൽ Your life which you cannot do anything. ഒരു പ്രവൃത്തിയെ The ആരംഭിക്കാം. Lord wants to begin a new thing in your life. Amen. Oh, Shabakasada. Oh, Jesus. Jesus. എന്റെ ജീവിതത്തിലെ In my life, എന്നെ വിപ്ലവകരമായി റെവല്യൂഷണറി തോട്ടായിട്ട് എന്റെ മനസ്സിൽ കയറിയ ഒരു വാക്കുണ്ട്. there is a word that entered into my life as a revolutionary thought. എന്റെ ഇന്നത്തെ സന്ദേശത്തിന്റെ ഭാഗമല്ലത്. It is not related to my sermon today. പക്ഷെ പത്രോസിന്റെ ഈ മീൻപിടുത്തത്തെ കുറിച്ച് എവിടെ പറഞ്ഞാലും ആ പദം ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യും. But wherever I speak about Peter's fishing, I repeat this word. അത് ലൂക്കോസ് 5:2 That is the book of Luke chapter 5 verses 2. അതൊന്ന് വായിക്കാമോ? Can you read it? അപ്പോൾ 2 പടക്, 3-ാം വാക്യം. ആ പടകുകളിൽ ശിമോൻ ഉള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. എന്തോ ഇതെന്ന്? What did Jesus ask? What happened there? എന്തോ ഇത് കമാൻഡ് ചെയ്തെന്നാണോ? Did it say that Jesus commanded him? അവനോട് അപേക്ഷിച്ചു. ഇംഗ്ലീഷ് എന്താ കൊടുത്തേക്കുന്നത്? Requested, prayed. പ്രേഡ്. ഇനി ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ പലരും നോക്കുമ്പോൾ പ്രേഡ് കണ്ടില്ല. Some of you missed out the word prayed. കാരണം നിങ്ങളുടെ കയ്യിരിക്കുന്ന വേർഷൻ എന്നേൽ ആരംഭിക്കുന്നതാ. Because the version that is in your hand starts with the letter N അല്ലെങ്കിൽ R or R. ഒന്നുകിൽ ന്യൂ അല്ല റിവൈസ്ഡ്. Either it is a new or it's a revised version. അവിടെ ഈ സാധനം അവർ മാറ്റി. But this word, they took it out from that എഴുതുന്ന version. ആളുകൾക്ക് they cannot expect Jesus requesting Peter. That's right. Yes. Amen. അതുകൊണ്ട് ഞാൻ സെമിനാരിൽ പഠിപ്പിക്കുന്ന ഒരാളാണ്. I'm somebody who teaches in a seminary. അതുകൊണ്ട് ഒരു വേർഷനെ ഒരു വാക്ക് എടുത്തുകൊണ്ട് പ്രസംഗിക്കാൻ പറ്റില്ല. So you cannot just take one version and teach. ഞാൻ ഈ വാക്കിന്റെ അങ്ങേ അറ്റത്തോട്ട് പോയി. I've gone to the depths of this word. ഇതിന്റെ ഒറിജിനൽ സ്ക്രിപ്റ്റ് എടുത്തു. I took the original script of ആ this സ്ക്രിപ്റ്റിൽ verse. കൊടുത്തേക്കുന്ന പദം The word in that script is, ഇറാറ്റാവോ എന്ന പദമാണ്. the word is iratavo. എല്ലാരും ചേർന്ന് പറഞ്ഞു ഇറാറ്റാവോ. Iratavo. രണ്ട് വാക്ക് പഠിച്ചില്ല. എപ്പിഫിലി കൊലോഫിലി. Epiphily, colophily, iratavo. ആരാധനയ്ക്കൊന്നും രണ്ട് വാക്ക് കിട്ടിയില്ല. You got 2 new words. ഇതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? Do you know what that word means? With the implication towards request. Yes. അപേക്ഷിച്ചു. Jesus requested. സഹോദരങ്ങളെ, Brothers, നിങ്ങൾക്ക് മാന്യത ലഭിക്കുന്നതിന് കാരണം എന്താ? do you know why you are honored? വിൽസൺ പാസ്റ്ററിന്റെ അടുത്ത സ്നേഹിതനാണെന്നിരിക്കട്ടെ. Imagine that Pastor Wilson is a close friend. ഗ്ലാഡ്സൺ അടുത്ത സുഹൃത്താണ്. They are very intimate friends നല്ല സ്വഭാവം and good behavior. നല്ല മനുഷ്യൻ. And he's a good man. എന്റെ കാര്യം പറയുന്നത് I'm talking about him. എന്ന് വിൽസൺ പാസ്റ്റർ ചിന്തിക്കുന്നു. Imagine Wilson Pastor thinks that Pastor is a good man. അങ്ങനെ ചിന്തിക്കാവൂ. Think only like that. നല്ല മനുഷ്യൻ. He's a good man. എന്നെ കണ്ടാലും ഞാൻ വെള്ളയല്ലേ ഇട്ടേക്കുന്നത്. I'm wearing white, so I'm good. അല്ലേ? അവൻ നല്ല മനുഷ്യൻ. I'm a good man. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. One problem is there. പ്രസംഗിക്കാൻ അറിയത്തില്ല. I don't know how to preach. 5 മിനിറ്റിൽ 40 വട്ടം ആമേൻ പറയും. I will say 40 times amen in 5 minutes. ചിലർ അങ്ങനെ ആമേനും ഗ്ലോറിയും കൂടെ പറയും. Some people will keep saying amen in glory. ബീമോൻ ചെമ്പാസ് പറഞ്ഞു, ഞാൻ ഗ്ലോറി, എന്റെ ഭാര്യ ഗ്ലോറി ടു കൊടുന്നു. Pastor V. Monachan said, I am glory and my wife is glory to God. ഒരു ഗ്ലോറിയും ഗ്ലോറി ടു കൂടെ ഇടയ്ക്ക് കയറ്റിയതാ. That means glory is repeated. അപ്പം അങ്ങനെ ഒരാളാ ഞാനെന്നിരിക്കട്ടെ. Imagine I'm a good man. എന്നെ 1 മണിക്കൂർ പ്രസംഗിക്കാൻ വിളിക്കൂ. If I speak like that, will pastor call me to എന്നെ preach? വിളിച്ച് അവിടെ കൊണ്ടിരുത്തിയിട്ട് He will put me there ഇപ്പൊ കർത്താവിന്റെ ദാസൻ, and he'll say, the man of God, എന്റെ അടുത്ത സുഹൃത്ത്, my good friend. നമ്മളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമെന്നേ പറയത്തുള്ളൂ. He will say that pastor will pray and go. സത്യല്ലേ? Isn't it true? ഇന്നലെ 4-4.5 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചില്ല. Yesterday I preached for 4.5 hours. ഇന്ന് 1 മണിക്കൂർ ഇല്ലാത്ത സമയം കർത്തൃമേശയുടെ സമയം കട്ട് ചെയ്ത് എനിക്ക് തന്നേക്കുന്നു. And today Lord's Supper's time is cut for me. പ്രസംഗിക്കത്തില്ല തരുമോ? If I don't preach well, will he give me this place? നിങ്ങൾ നിങ്ങളുടെ ഭാര്യയായ സഹോദരിയെ അന്ന് സെലക്ട് ചെയ്ത് എങ്ങനെയാ? How did you select your wife before marriage? എന്തെല്ലാം നോക്കി? What did you look for?
എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു മുടി വേണമെന്ന്. Many men wanted long hair. ഇപ്പൊ പാത്രത്തിൽ വരെ കിടക്കുക. Now you can find hair even in the vessels. ആഗ്രഹിച്ചെല്ലാം കിട്ടിയില്ലയോ? You got everything you asked for. തമ്പുരാനോട് കുറ്റം പറയാൻ പറ്റുമോ? Can you complain? ഉണ്ടെന്നില്ല നിങ്ങൾ. ക്യാമറ ഉണ്ടല്ലേ? സത്യല്ലേ? Isn't it true? ഒരു 10 ഫോട്ടോ കണ്ടു. You saw 10 photos of the lady. അതിൽ ഏറ്റവും കൊള്ളാത്തത് ഇവളാ, എന്നാ ഇവളെ തരേണ്ടത്. അങ്ങനെ Did you ചിന്തിച്ചായിരുന്നു. choose her because she's the worst of the lot? അതോ പ്രാർത്ഥിക്കുമ്പോ കർത്താവേ സമൂഹത്തിന് ഒരു ഗുണവും ഇല്ലാത്ത ഒരാളെ എനിക്ക് ഭർത്താവായിട്ട് തരണേ എന്ന് പ്രാർത്ഥിച്ചായിരുന്നു. Did anybody pray, God, give me a man that is completely useless? നമ്മളെ തെരഞ്ഞെടുത്തതല്ല എന്നും പറഞ്ഞ. We chose because they were good. എന്റെ അർത്ഥം വെച്ചിരിച്ചേ. ഇപ്പോഴും അങ്ങനെ തന്നെ അല്ലയോ? രാമൻ പറഞ്ഞേ. Isn't it like that? That's how you choose your life partner. നമ്മൾ സെലക്ട് ചെയ്യുന്ന എന്തോ കണ്ടോണ്ടാ? What do we select? What is our നന്മ criteria? കണ്ടല്ലേ? We look at the good of the person. മാന്യത കണ്ടല്ലേ? We look at their honor. നിങ്ങളെ കാണാൻ കൊള്ളാന്നോണ്ടാണോ NHS എടുത്തേ? Did NHS take you because you were good looking? നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലേ? It's because of the certificate you നിങ്ങൾ carry. എഴുതി ജയിച്ചിട്ടല്ലേ? It's because you wrote an exam and passed it. നല്ലപോലെ വണ്ടി ഓടിക്കാൻ അറിയാവുന്ന കൊണ്ടല്ല നിനക്ക് ലൈസൻസ് തന്നേ. You did not get license because you are a proficient പരീക്ഷയ്ക്ക് driver. ഓടിച്ച് കാണിച്ചത് കൊണ്ടാ. You proved in a driving test that you're good. അല്ലേ? That's right. സമൂഹം നീയുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുന്നത് നിന്റെ നല്ലത് കണ്ടിട്ടാ. The community has a relationship with you depending on how good you are. സമൂഹം നിന്നെ ഓണർ ചെയ്യുന്നത് നിന്റെ സക്സസ് കണ്ടിട്ടാ. Society will honor you based on your success. പക്ഷെ നിന്നിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിക്കുന്ന യേശുവിന്റെ പ്രത്യേകത. But Jesus' speciality who starts a good work in you. പത്രോസേ നിന്റെ അടുക്കലേക്ക് വരുമ്പോ Peter, when I come to you, നീ ജയിച്ചവനല്ലെന്നറിഞ്ഞു. I know that you're a failure. നീ ജയിച്ചവനല്ലെന്നറിഞ്ഞു. I know that you're a failure. നീ തോറ്റവനാണെന്നറിഞ്ഞിട്ടും I know that you're a failure. നിന്റെ തലേ രാത്രിയിലെ പരാജയത്തെ തിരിച്ചറിഞ്ഞ് Because I know the failure from the last നിന്റെ night. തലേ രാത്രിയിലെ പരാജയത്തെ തിരിച്ചറിഞ്ഞ് I know the failure of your last night, തന്റെ Peter. സ്വന്തം എക്സിസ്റ്റൻസ് ഒന്ന് താഴ്ത്തി Jesus put down his own existence. സാധാരണ ഒരു മനുഷ്യനെ He പോലെ became like an ordinary man. തോറ്റു നിൽക്കുന്ന പത്രോസിന്റെ പടകിലേക്ക് റിക്വസ്റ്റ് ചെയ്ത് കയറുന്ന യേശു He is requesting this failed Peter and entering his boat. ഒരാമേൻ പറയാമോ? Amen. ഒരാമേൻ പറയാമോ? Amen. ചില പരാജയങ്ങൾ Some failures ഇനീഷ്യൽ ടച്ചിന് വേണ്ടിയാണ്. is so that the Lord can do an initial touch. പകലും എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ If you are listening to this voice, ആരെങ്കിലും യേശു ക്രിസ്തുവുമായി if you have വ്യക്തിപരമായ ഒരു പേഴ്സണൽ എൻകൗണ്ടറിൽ എത്താത്തവർ ഉണ്ടെങ്കിൽ, if you are here and you have not yet had a personal പകൽ encounter with Jesus, പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. Holy Spirit is speaking to somebody. ചില നാളുകളായി ഞാൻ നിന്നോട് സംവദിക്കുകയാണ്. I have been speaking to you for many months. ചില നാളുകളിലൂടെ നീ പ്രതിസന്ധിയിലൂടെ കയറി പോകുകയല്ലേ? You are going through many troubles. നിനക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ ഒരു ശബ്ദം? Can you hear this voice? ഒരു റിക്വസ്റ്റിംഗ് വോയിസ്. Can you hear a requesting voice? Amen. ആമേൻ പറയാം. Amen. Praise the Lord. 2, Second, ദൈവിക പദ്ധതിക്ക് എന്റെ യേശുവിന് ആവശ്യം നിറഞ്ഞ വലകളോ നിറഞ്ഞ പടകുകളോ അല്ല. for God's purpose to be fulfilled, he does not need a filled boat or a filled net. Empty net Yes. often prepare us for divine encounters. Amen. 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 ജീവിതത്തിലെ ശൂന്യതകൾ Yes. നമ്മെ അസാധാരണമായ ദൈവിക പദ്ധതികൾക്ക് യോഗ്യരാക്കും. Your emptiness will lead you into supernatural encounters with the purpose of 1, God. 2, 3 എന്ന് നിന്റെ ജീവിതത്തിലെ പരാജയങ്ങളും അയോഗ്യതകളും നിനക്ക് എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ, If you can count and write down 1, 2, 3 the failures in your life, നിന്റെ ജീവിതത്തിൽ എംപ്റ്റി ആയ നെറ്റുകളുടെ എണ്ണം വലുതാണെങ്കിൽ, even though your life empty nets are many, God is preparing you Yes. for something extraordinary. Amen. I receive. Oh, ralabakasatana. Amen. പ്രതീക്ഷകൾക്ക് വിരോധമായ എംപ്റ്റി നെറ്റ്സ് അധികമാണെങ്കിൽ, Even though your empty net is more than your expectation, തമ്പുരാൻ നിന്നെ സജ്ജമാക്കുന്നു. the Lord is preparing you നിനക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത, more than what you can dream, നിനക്കൊരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ more കഴിയാത്ത than what you can expect. അസാധാരണമായ ഒരു പദ്ധതിക്ക് Oh, divine purpose. സ്വർഗം നിന്നെ നിറയ്ക്കുന്നു. Holy Lord is filling you.
ഒറ്റ വാക്കൂടെ പറഞ്ഞ് ഒന്നാം ടച്ച് ഞാൻ വിടുക. One thing I'll say and finish the first touch. അടുത്ത 15 മിനിറ്റ് നമുക്ക് രണ്ടാം ടച്ച് തീർക്കണം. In the next 15 minutes, finish the second touch. അല്ലെങ്കിൽ എന്റെ കൈ പാസ്റ്ററുടെ കൈ ടച്ച് ആവും. Or Pastor Wilson's hand will touch my hand. ആമേൻ. Amen. ഒന്നാം ടച്ചിന്റെ അവസാനത്തെ പ്രത്യേകത, The importance of the first touch ending. ഈ വിഷയം പ്രസംഗിക്കുന്നിടത്തെല്ലാം Wherever this message is preached, പിണങ്ങല്ലേ, don't be upset. നിറഞ്ഞു കവിഞ്ഞ പടകാണ് പ്രസംഗ വിഷയം. The overflowing boat is the message. യേശുക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ നടന്ന അത്ഭുതകരമായ മീൻപിടുത്തത്തിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതെല്ലാം നിറഞ്ഞ പടക. What is highlighted in this message is that there is an overflowing boat of fishes. പല മീറ്റിങ്ങുകളുടെയും ഹെഡിങ് പോലും അതാ. And this is even the heading of many meetings. പല പോസ്റ്ററുകൾക്കകത്തും നിറഞ്ഞു കിടക്കുന്ന പടകും മീനുമാ കാണാൻ പറ്റും. You will see many posters with an overflowing boat and many fishes. Believe me, the fish was not the blessing of Peter. That's right. Amen. It wasn't. അവിടെ മീനായിരുന്നില്ല പത്രോസിന്റെ അനുഗ്രഹം. And it was not the fish that was the blessing of Peter in that place. എന്റെ ദൈവം, My God, എന്റെ പടകിനെ നിറയ്ക്കുന്നവനാണ്. my God is faithful to fill my boat. അതിൽ ഒരു സംശയമില്ല. There is no doubt in it. എന്റെ ശബ്ദം ഈ ഹാളിലും ഓൺലൈനിലും കേൾക്കുന്നവരോട് ഞാൻ പറയാം, ശൂന്യമായ ഏതു പടകിനെയും നിറയ്ക്കാൻ കഴിയുന്നവനാണ് എന്റെ യേശു. To those who are listening this voice, let me tell you, your empty boat, my God is faithful to fill it. നിന്റെ ആത്മിക ശൂന്യത, Your spiritual നിന്റെ emptiness, ഫിനാൻഷ്യൽ your ശൂന്യത, financial നിന്റെ emptiness, ശാരീരിക ശൂന്യത, your physical നിന്റെ emptiness, മാനസിക ശൂന്യത your mental emptiness, നിറയ്ക്കാൻ കഴിയുന്നവനാണ്. my God can fill it. പക്ഷെ പടക് നിറഞ്ഞതല്ല എന്റെ അനുഗ്രഹം. But the boat filling is not my blessing. പടയ്ക്കുന്ന മീനല്ല എന്റെ അനുഗ്രഹം. This shaking fish is not my blessing. നിറവല്ല എന്റെ അനുഗ്രഹം. This filling is not my blessing. നിറച്ചവനുമായുള്ള ബന്ധമാണ് എന്റെ The അനുഗ്രഹം. relationship with the person who filled it is my message. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ Let me കഴിയുന്നവരാണ്. say amen. ലഭ്യമായ ദാനമല്ല, ദാതാവാണ് എന്റെ അനുഗ്രഹം എന്ന് Oh, പറ. it is not the gift but the giver who is my blessing. എന്റെ ലഭ്യമായ ജോലിയല്ല, തന്ന കർത്താവ് എന്റെ അനുഗ്രഹം എന്ന് My പറ. job is not my blessing, the one who gave it is my blessing. എന്റെ തലമുറയല്ല എന്റെ അനുഗ്രഹം, തലമുറയെ തന്ന എന്റെ ദൈവവുമായുള്ള ബന്ധമാണ് എന്റെ അനുഗ്രഹം. Amen. It is not my children who's my blessing, it is the God who gave me my children, the relationship with him. എന്റെ ശുശ്രൂഷയല്ല എന്റെ അനുഗ്രഹം, പകരം എന്നെ ശുശ്രൂഷ ഏൽപ്പിച്ച ദൈവവുമായുള്ള ബന്ധമാണ് എന്റെ അനുഗ്രഹം. My ministry, not my blessing, but my God who appointed me for this ministry, my relationship with അത് him. അംഗീകരിക്കുന്നവർ മാത്രം കരമുയർത്തി ഒരു ആമേൻ പറ. Lift your hand and say amen. അതുകൊണ്ട് പുഷ്പം പോലെ ഈ പടകിനെ വിട്ടിട്ട് യേശുക്രിസ്തുവിന്റെ പുറകെ പത്രോസ് ഇറങ്ങി. You see, Peter easily gave up on this overflowing boat and followed Jesus. തമ്പുരാൻ അവനങ്ങ് കൈ കൊടുത്തു. Jesus held his hand. തീരത്ത് വെച്ച് കൈ കൊടുത്തു. And on the shore he holds Peter's ആ hand. ബന്ധം വർദ്ധിച്ചു. That relationship increased. കടലിൽ മുങ്ങാൻ പോയപ്പോൾ അവിടെ കൈ കൊടുത്തു. When he was going to drown, he held his hand. വിശന്നപ്പം കൈ കൊടുത്തു. When he was hungry, Jesus held his hand. അമ്മായിയമ്മയ്ക്ക് പനി വന്നപ്പം കൈ കൊടുത്തു. When his mother-in-law was having fever, he held his hand. പത്രോസിന്റെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും കൈ കൊടുത്തു. In all times of Peter's life, Jesus held his hand. എവിടൊക്കെ കൈ കൊടുക്കണോ? Where does Jesus need to hold his hand? സന്ദേശം ഞാൻ പറയാം. Let me tell you a message. ഇനീഷ്യൽ ടച്ചിൽ നീ കൈ കൊടുത്തേക്കുന്നത് ആരോടാണെന്ന് ഓർത്തോണം. Remember, in your initial touch phase, whose hand are you holding on to? ഗ്ലാഡ്സ് അംബാസഡർ കൈ തരുന്നത് പോലല്ല. Not like the way Gladson pastor gives his hand. പാസ്റ്റർ വിൽസൺ കൈ തരുന്നത് പോലെയല്ല. Not the way Pastor Wilson shakes your hand. പലപ്പോഴും ഞങ്ങൾ കൈ വലിച്ചെന്ന് വരാം. We might pull our hands back. പക്ഷേ യേശുവാ പത്രോസേ നിനക്ക് അവൻ കൈ തന്നത്. Jesus is the one who held his hand. പടകിന് നിന്നെ പിടിച്ചിറക്കാൻ കഴിഞ്ഞവൻ. He who brought you out of the boat. കടലിൽ താഴുന്ന സമയത്തും നിനക്ക് കൈ തരും. He held your hand when you were going to drown. നിന്റെ വീടിനകത്ത് ഒരു ജ്വരം ബാധിച്ച ഒരാൾ കിടന്നാൽ, When somebody is in your house with fever, നിന്റെ വീടിനകത്ത് കയറി അമ്മായിയമ്മയ്ക്ക് കൈ കൊടുക്കും. he will come into your house and hold the hand of your ആമേൻ mother-in-law. പറയാൻ Say പറ്റുന്നുണ്ടോ? amen. യേശുവും പത്രോസും ചേർന്നുള്ള ജീവിതം. This life where Jesus and Peter was journeying together. പാട്ടൊക്കെ പാടണമെന്ന് ആഗ്രഹമുണ്ട്. I want to sing a song. ഞാൻ ഇപ്പൊ പാടുന്നില്ലെന്നാ പറഞ്ഞേ. I'm not singing now. എന്താനന്ദം, എനിക്ക് എന്താനന്ദം.
Amen. എന്റെ ജീവിതത്തിലെ ആനന്ദം യേശുവിന്റെ കൂടെയുള്ള My വാസം. joy is my dwelling with Jesus. പത്രോസിനെ ഒന്ന് നോക്കിക്കേ. Look at Peter. അവന് പടക് വിട്ടന്റെ വേദനയില്ല. He had no pain leaving that boat behind. യേശുവിന്റെ പുറകെ നടക്കുക. He wanted to go behind Jesus. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. He wanted to do something for Jesus. രാവിലെ വിൽസം ഭാഷനോട് ഒരു കാര്യം പറഞ്ഞു പത്രോസിനെ കുറിച്ച്. Pastor Wilson said something about Peter this morning. കൊല്ലാനും ചാകാനും തയ്യാറായിട്ട് നിൽക്കുക പത്രോസ്. Peter was waiting to kill and die for Jesus. എന്റെ വാക്കി പറഞ്ഞ In my words, എന്തും ചെയ്യാൻ he would do anything. നീന്തറിയാവുന്ന മിടുക്കന്മാര് പടകിയിരിക്കുമ്പോ When there were great swimmers in the boat, എന്റെ യേശു വെള്ളത്തിലാണ് ഞാനും വെള്ളത്തിൽ if ചാടാമെന്ന് പറഞ്ഞ my പത്രോസ്. Jesus walks on water, I will jump into this water. സ്നേഹത്തിന്റെ അപ്പോസ്തലൻ പോലും പടകിലിരുന്നു. Even the apostle of love, John, sat in the boat. പത്രോസ് ചാടി ഇറങ്ങി. Peter jumped out കാരണം അവൻ അറിയാം because he knew one ഞാൻ thing: യേശു തമ്മിലുള്ള ബന്ധം. the relationship that I have with my Jesus. സ്വർഗ്ഗം അവനെ മൂന്നിൽ ഒരുവനാക്കി മാറ്റി. Jesus made him one of the three, ഇന്നർ സർക്കിളിൽ കയറ്റി. put him inside the inner circle of തീർന്നില്ല, Jesus. പിന്നെ മുമ്പോട്ട് പോയി. And as you carry forward, യേശുക്രിസ്തുവും പത്രോസും കൂടെ ഒരു പാർട്ട്ണർഷിപ്പിൽ ടാക്സ് അടച്ചു. they paid a tax as a partnership. എന്റെ കൂടെ ഉണ്ടോ? Yes. നമ്മൾ പാർട്ട്ണർഷിപ്പ് കൂടുന്ന ടാക്സ് വെട്ടിക്കാനല്ലേ? We do partnership so we can cut tax. യേശുവും പത്രോസും കൂടെ ഒരുമിച്ചു But together, Jesus and Peter, ടാക്സ് അടയ്ക്കാൻ. and they want to pay the tax. കണ്ടോ, ക്രിസ്തുവുമായി പാർട്ട്ണർഷിപ്പിലെത്തി. When they became in partnership with Christ തീർന്നില്ല, പിന്നെയും കൂടെ നടന്നു. and walked together with Jesus, ഫിലിപ്പിനുള്ള കൈസരിയിലെത്തി. they came to Caesarea in അവിടെ Philippi. വെച്ച് And there, യേശു ഒരു ചോദ്യം. Jesus ആ asked, ചോദ്യത്തിന്റെ മുമ്പിൽ in front of that എല്ലാ question, മിടുക്കന്മാരുടെ നാവടഞ്ഞപ്പോ when the mouth of all others shut up, പത്രോസ് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. Peter jumped up and said, you are the son of the living God. യേശു പരസ്യമായി പറഞ്ഞു, Jesus said publicly, ബറിയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ. son of Barnabas, Peter, Simon. ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, Yes, it was not flesh and blood that revealed എന്റെ this to you. സ്വർഗ്ഗസ്ഥനായ പിതാവ്. It is my heavenly Father. അർത്ഥം, That means ശൂന്യമായ പടകിൽ തുടങ്ങിയ ആ ബന്ധം that relationship started in an empty boat. ശിഷ്യന്മാർക്കിൽ ആർക്കും ലഭ്യമാകാത്ത ക്രൈസ്തവ വെളിപ്പാടിന്റെ ഉന്നതിയിൽ കൊണ്ടവനെ നിർത്തി. It got him to a revelation peak that none of the other disciples യാക്കോബിനും got. യോഹന്നാനും അന്ത്രയോസിനും ലഭ്യമാകാത്ത യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമായ വെളിപ്പാടിന്റെ ഔന്നിത്യത്തിൽ പത്രോസിനെ കൊണ്ടു നിർത്തി. Peter stood at the peak of the revelation that James, John and Andrew did not receive. അങ്ങനെ പോകുകയാണ് And as they journey together, ക്രിസ്തുവിന്റെ കൂടെയുള്ള യാത്ര. he's journeying with Jesus. പട്ടിണിയിലും പരിഭവമില്ലാതെ, Even though he's hungry, he's okay. ഒരു പ്രയാസവും ഇല്ലാതെ, No burden. ഒരു ദിവസം മറ്റുള്ളവർക്ക് വേണ്ടി യേശുവിനോട് പറഞ്ഞു, ഇച്ചിരി കട്ടിയാ പ്രസംഗം. And one day he said for the other people, Jesus, your message is too hard. യേശു ഉടനെ പത്രോസിനോട് ചോദിച്ചു, Jesus asked Peter, നിനക്കും പോകാൻ മനസ്സുണ്ടോ? do you want to go as well? പത്രോസിന്റെ മറുപടി, Peter's reply, എവിടെ പോകാനാ? where can I go? ഞാനെല്ലാം വിട്ടിട്ടാ നിന്റെ പുറകെ I വന്നേ. left everything and came behind you. നിത്യജീവന്റെ മൊഴികൾ നിന്നില. Yes. നിന്നെ വിട്ടിട്ടെങ്ങോട്ടും ഒരു യാത്ര എനിക്കില്ല. Amen. The words of eternal life are with you. There is no journey without you, Jesus. തന്റെ ആരാധ്യ പുരുഷനായ ക്രിസ്തുവുമായി ചേർന്നുള്ള യാത്ര. He worshipped Jesus and journeyed with him. പക്ഷേ ഒരിക്കൽ But once, തന്റെ പ്രതീക്ഷകളെല്ലാം തകരുന്നത് പോലെ you see that all his hopes are broken. പച്ചയായ മനുഷ്യനാ പത്രോസ്. He's a normal human being. മനസ്സിൽ ഒന്ന് വെച്ചിട്ട് വാ കൊണ്ട് വേറെ പറയുന്നവനല്ല. He will not keep something in his heart and speak something else. പച്ചയായ മനുഷ്യൻ. He's just a raw man. ശാസിക്കാൻ തോന്നിയാ ശാസിക്കും. If he's angry, he will tell you off. പ്രാകാൻ തുടങ്ങിയാ പ്രാകും. If he wants to curse you, he'll curse you. വെളിപ്പാട് പറയണേ അത് പറയും. If he wants to say revelation, he'll speak പച്ചയായ it. മനുഷ്യൻ. He's a raw man. Quite sentimental. ഭയങ്കര സെന്റിമെന്റൽ. He's a very sentimental man. വൈകാരികമായ വ്യക്തിയാണ്. He's a very emotional man. തന്റെ ജീവിതത്തിൽ ഒരു ചെറിയ പരാജയം സംഭവിച്ചു. But one failure happened. യേശുക്രിസ്തുവിനെ പിടിച്ചനന്തരം When Jesus was arrested, സുപ്രീം കോർട്ടിനകത്ത് അവൻ ഇരിക്കുമ്പോൾ he's sitting inside the Supreme Court. അതിന്റെ ഔട്ടർ കോർട്ട് ഇരിക്കുക. He's sitting inside the outer ഒരു court. ബാല്യക്കാരത്തിയുടെ മുമ്പിൽ One maid, ജീവനെ ഭയന്ന് because he was afraid of his life, യേശുവിനെ ഒന്ന് തള്ളി പറഞ്ഞു. he said he denied Jesus. 3 തവണ തള്ളി പറഞ്ഞു. 3 times Peter denied Jesus. ജീവന് വേണ്ടി പറഞ്ഞു It പോയത്. was because he was scared for his life. ഉടനെ കോഴി കൂവി. And then the cock crowed. യേശു തിരിഞ്ഞൊന്ന് നോക്കി. Jesus looked at him. ഒരാമേൻ പറഞ്ഞു. Say amen.
സെക്കൻഡ് ടച്ചിന് മുമ്പ് Before your second touch, ഒരു നോട്ടമുണ്ട്. there is a look that Jesus will give you. നോട്ടത്തിന്റെ ബലം ഞാൻ പറയാം. I'll tell you what that look is. പത്രോസും യൂദയും ചെയ്തത് ഏകദേശം ഒരേ തെറ്റാ. The same mistake was done by Judas and പക്ഷേ Peter. യേശു നോക്കിയത് പത്രോസിനെയാണ്. But Peter was the one Jesus looked at. കെട്ടിഞ്ഞാന്ന് ചാകേണ്ട കുറ്റബോധത്തിനകത്ത് നിന്ന് പത്രോസ് പുറത്തു വരാൻ കാരണം ആ ഒറ്റ നോട്ടം. The reason why Peter came out the desire of committing suicide is because of the way Jesus looked at him. ആത്മാവിൽ പറയാം. Let me tell you a message. ഇന്നും എൻ്റെ യേശുവിന്റെ കണ്ണ് നിങ്ങളുടെ മേൽ പതിയുന്നു. Today Jesus' eyes is fixed on you. ചില ട്രാജഡികൾക്കകത്ത് നിന്ന് From some tragedies, സ്വർഗ്ഗം നിന്നെ പുറത്തെടുക്കുക. heaven is bringing you out. പിശാച് നിന്റെ മേൽ കരുതി വെച്ച What the enemy has planned over your life, തകർച്ചകൾക്കകത്ത് നിന്ന് every destruction, യേശു നിന്നെ പുറത്തെടുക്കുന്നു. Jesus is pulling you out of യേശു it. നിന്നെ പുറത്തെടുക്കുന്നു. Jesus is pulling you out of it. ഒരു ആമേൻ പറയാൻ Say പറ്റുമോ? amen. Praise the Lord. Praise God. വലിയ ദുഃഖത്തോടെ അവൻ കരഞ്ഞു. With great pain, Peter cried. ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. Let me tell you something. കരച്ചിൽ Your cries. പരാജയപ്പെട്ടവന്റെ വികാരമാണെന്ന് ചിന്തിക്കല്ല. Don't think that you cry because you're a failure. പകരം ജയിക്കാനുള്ളവന്റെ ഘോഷമാണ്. It is a praising or rejoicing of the victorious. I repeat. തോറ്റവന്റെ ദീനമായ രോദനമല്ല കരച്ചിൽ. പകരം ജയിക്കാനുള്ളവന്റെ അസാധാരണമായ ശബ്ദമാണ് Your കരച്ചിൽ. crying is not your emotion of a failure, but it is a joy of somebody who's going to be victorious. ഇന്ന് പകൽ കരയാൻ നീ തയ്യാറാണെങ്കിൽ If you are willing to cry, നിന്റെ ചരിത്രത്തെ തോൽവിയിൽ നിന്ന് yes, ജയത്തിലേക്ക് കയറ്റാം. the Lord is going to rewrite your history from failure to victory. ജയത്തിലേക്ക് കയറ്റാം. He's going to take you from failure to victory. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം കഴിഞ്ഞു. Jesus was crucified. അടുത്ത 2-3 മിനിറ്റിൽ ഓടി പറഞ്ഞ് അവസാനിപ്പിക്കുക. I want to quickly conclude. ക്രൂശീകരണം കഴിഞ്ഞു. Jesus is crucified. ഉയർപ്പിന്റെ സമയമാകുക. It's time for his resurrection. 3 ദിവസമായിട്ടും 3 days have passed. ഇതൊന്നും അറിയാതെ എമ്മുവിസിലേക്കാണ് ശിഷ്യന്മാർ പോകുകയാണ്. And some disciples are going to Emmaus. ക്ലയോപ്പാവും തന്റെ ഭാര്യയും ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. Cleopas and his wife is traveling to Emmaus. എമ്മുവിസിലേക്ക്. And they're journeying to Emmaus. അവർ പറയുന്ന ഒരു പദമുണ്ട്. They say a word like this. ഈ 3-ാം ദിവസം ഉയർത്തിലേക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. We expected that he would resurrect on this 3rd day. പക്ഷേ ഇത് 3-ാം ദിവസമാണ്. But today is the 3rd day. ശിഷ്യന്മാരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട The സമയം. hope of the disciples were finished. മിനിസ്ട്രി മൊത്തം അടഞ്ഞു. Ministry was shut down. വാതിൽ അടച്ചകത്തിരിക്കുകയാണ്. They are shutting the door and sitting inside. ഒന്നാമത്തെ വാതിൽ ദൈവം അടച്ചതായിരുന്നു. First door God shut. അത് പടകിന്റെ വാതിലായിരുന്നു. That was the door of the ark. ഇപ്പോഴത്തെ വാതിൽ Right now this അത് door ശിഷ്യന്മാർ അടച്ചതാണ്. the disciples have shut it. ജീവിതത്തിൽ കൈവന്ന സാഹചര്യ നിമിത്തം, Because of the situation they are in. നീ കടന്നുപോയ പ്രതിസന്ധി നിമിത്തം, Because of the trouble you went through. ആഴമായ ശോധന നിമിത്തം, Because of the great trouble. മനസ്സു മടുത്ത് അടച്ച ചില You വാതിലുകൾ got fed up and shut some doors. ഇന്നു പകൽ സ്വർഗ്ഗം തുറക്കുന്നു. But this morning heaven is opening ഇന്നു those പകൽ doors. സ്വർഗ്ഗം തുറക്കുന്നു. Heaven is opening those doors. ഇന്നു പകൽ സ്വർഗ്ഗം തുറക്കുന്നു. Heaven is opening those doors. പ്രതിസന്ധികൾ വർദ്ധിച്ചപ്പോ, When the trouble increased, അവസരങ്ങൾ മാറിയപ്പോ, when situation changed, ചേർത്ത് പിടിക്കാൻ there was ആരുമില്ലാതായപ്പോ, nobody to hold them close. പത്രോസ് വീണ്ടും ആ വലയെടുത്തു. Peter took his net again. ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഓടി വീണ്ടും പഴയ തടാകത്തിലേക്ക് He went back into fishing with അവൻ some വീണ്ടും disciples. കടക്കുകയാണ്. He is going into fishing. ഡിസ്കറേജ്ഡ് ആയിട്ട്, Now he is discouraged. അൺസർട്ടൻ ആയിട്ട്, Yes, he's uncertain. സിറ്റുവേഷൻ ഡ്രിവൻ ആയിട്ട്. He is driven by his ഒരു ദൂത് ഞാൻ situation. പറയാം. Let me tell you a message. സാഹചര്യം നിന്നെ ഡിസ്കറേജ്ഡ് ആക്കും. Your situation will discourage you. സാഹചര്യം നിന്റെ മേൽ അൺസർട്ടനിറ്റി കൊണ്ടുവരും. Situation will bring ചില uncertainties. അൺസർട്ടനിറ്റികൾ കാണുമ്പോ, When you see some ചില uncertainties, ഡിസ്കറേജ്മെന്റുകൾ നീ കാണുമ്പോ, when you see some discouragement, നിന്റെ കോൺഫിഡൻസ് ഇടിയുമ്പോ, when your confidence is നീ crushed down, ഓർത്തോണം, remember one നിന്റെ thing. പടക് വീണ്ടും ശൂന്യമാകും. Your boat will become empty നിന്റെ again. കഴിവുകൾ വീണ്ടും കൈവിട്ടു പോകും. Your abilities will be നീ behind. പ്രാപിച്ചെടുത്ത ഔന്നത്യങ്ങൾ കൈമാറും. The things that you gained, we will have to give up on it. വീണ്ടും ഒരു ശോധനയിലേക്ക്, Again into emptiness. അധ്വാനിച്ചിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത You work so hard, but you can't gain ഒരു anything. മേഖലയിൽ പത്രോസും ശിഷ്യന്മാരും നിൽക്കുമ്പോൾ, Peter and the disciples are in that kind of a situation. again, Once again, യേശു വീണ്ടും നടന്നിറങ്ങുകയാണ്. Jesus comes again. യേശു വീണ്ടും നടന്നിറങ്ങുക. He's coming walking again. ഞാൻ നിങ്ങളോടൊരു കാര്യം Let പറയാം. me tell you something.
എന്റെ യേശുവിന്റെ പ്രത്യേകത, The importance of my നിന്റെ Jesus, ജീവിതത്തെ ഒന്ന് തുടങ്ങി വെച്ചാൽ, what he began in your life, നീ ഏതെങ്കിലും സാഹചര്യ നിമിത്തം because of some reason, മനസ്സ് തകർന്ന് നീ ഒന്ന് റൂട്ട് തിരിഞ്ഞാൽ, if you're fed up and you've changed your route, ഓടി നിന്റെ അടുക്കൽ ഇറങ്ങും. Jesus will run and come to ഒരു you. നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. Can we stand up in the presence of the Lord? യേശു ഓടി പത്രോസിന്റെ അടുക്കൽ എത്തി. Jesus runs and comes to Jesus. മീനെ പിടിപ്പിക്കാവുന്ന അല്ല, മനുഷ്യനെ പിടിപ്പിക്കാവുന്ന ആദ്യം പറഞ്ഞു. Jesus said to Peter, I will make you fishers of men. ഈ ഒരു അവസ്ഥയെ നമ്മളാ യേശു എന്നിരിക്കട്ടെ, Imagine we were in Jesus' place. നമ്മളാണ് എന്തോ പറയും, What would we say? അടുത്തൊരു 3 മാസം നീ ഇനി മനുഷ്യനെ പിടിക്കണ്ടെന്നല്ലേ പറഞ്ഞു. We would have said for the next 3 months, don't catch any more men. ആണോ അച്ഛാ? Is that what we would say? ഒരു പണിഷ്മെന്റ് കൊടുക്കത്തില്ല. We would have punished Peter. പക്ഷെ യേശു പറഞ്ഞു കേൾക്കണം, But look at what Jesus says. എന്റെ ആടുകളെ മേയിച്ചോളാൻ. He says, take care of my sheep. 3 ചോദ്യം. 3 questions Jesus Do you asks. love me? Yes. ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. Jesus says, do you love me more than these? സ്നേഹിക്കുന്നോ? Do you love me more than these? മറുപടി, Peter's reply, എനിക്ക് പ്രിയമുണ്ട്. he says, I love. കൊയർ ഫ്രണ്ടിലേക്ക് വരണേ, കൊയർ ഫ്രണ്ട്. ചോദ്യം, The question is, സ്നേഹിക്കുന്നു. do you love me? മറുപടി, Answer, പ്രിയമുണ്ട്. that I love you. ഇംഗ്ലീഷിൽ 3 ലവ്. In English, you see 3 words of love. മൂലഭാഷയിൽ 2 പദ. But in the colonial language, there's 2 things. യേശുവിന്റെ ചോദ്യം അഗപ്പയാണ്. Jesus' question is agape. പത്രോസിന്റെ മറുപടി ഫീലിയോ ആണ്. Peter's reply is phileo. രക്തബന്ധങ്ങളോടോ സ്നേഹിതരോടോ ഉണ്ടാകുന്ന സെന്റിമെന്റൽ ലവ് ആണ് ഫീലിയോ. It is a sentimental love that you have to your യേശുവിന്റെ relations. ചോദ്യം അഗപ്പയാണ്. Jesus' question is അഗപ്പ agape. എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ്. Yes, unconditional. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? Are you with me? പത്രോസ് പറഞ്ഞു Peter പ്രിയമുണ്ട്. said, a phileo. രണ്ടാമത്തെ ചോദ്യത്തിൽ വീണ്ടും ആ ചോദ്യം കട്ട് ഡൗൺ ചെയ്ത് ഇവരിൽ അധികം എന്നുള്ള മാറ്റിട്ട് വെച്ചു, നീ എന്നെ സ്നേഹിക്കുന്നു. And the second time Jesus asks Peter, do you love me? He separates out more than this. മറുപടി പ്രിയമുണ്ടെന്ന. The answer again is that I love you. മൂന്നാമത് വീണ്ടും ചോദിച്ചു. Third time Jesus asks. താന്ന് വന്ന് And he comes to the lowest level. ഇവന്റെ അവസ്ഥ മനസ്സിലാക്കി. He understood Peter's situation. ഇവനോട് ചോദിക്കുക, He's asking Peter, പ്രിയമുണ്ടോ? do you love me? അർത്ഥം, Meaning, ഫീലിയോയിൽ നിന്ന് മുമ്പോട്ട് വരാൻ നിനക്ക് പറ്റത്തില്ല. you are not able to go any further than a filial love. അതുകൊണ്ട് ഫീലിയോയിലോട്ട് താന്നിട്ട് So I am coming down to your filial love. ചേർത്തു പിടിച്ച് I am holding you close. സെക്കൻഡ് ടച്ച് കൊടുത്ത് And I'm giving you a second touch. അഗപ്പെ അവന്റെ മേലേക്ക് കൈമാറുക. And he's imparting agape onto Peter. Amen. Amen. ഒരിക്കൽ ദൈവഹിതമില്ലാത്തൊരു വാക്ക് പറഞ്ഞപ്പോ, Once when Peter spoke something that was against the will of പത്രോസ് God, എന്നെ വിട്ടുപോന്നല്ല, he did not say, Peter, go behind. പത്രോസിനെ ചേർത്ത് He പിടിച്ചിട്ട് held Peter സാത്താനെ എന്നെ and he വിട്ടു. said, Satan, get thee behind. എന്റെ കൂടെ ഉണ്ടോ? Are you with me? എത്ര പേര് പറയും, How many of you will say ഒരു സെക്കൻഡ് ടച്ച് എനിക്ക് വേണം, that I need a second touch? ജീവിതത്തിൽ എനിക്കൊരു സെക്കൻഡ് ടച്ച് വേണം. In my life, I need a second touch. യേശുക്രിസ്തുവിന്റെ സ്നേഹം എവിടാ കാണുന്നത്? Where can you see the love of Jesus? ക്രിസ്തുവിന്റെ ക്രൂശിൽ കാണുന്നതിനേക്കാൾ വലിയ എവിടെയാ സ്നേഹമുള്ളത്? Where can you see the love of Christ more than the cross of Calvary? കണ്ണുകളെ ദൈവസന്നിധി അടച്ച് All eyes closed. കർത്താവിനൊന്ന് പറയാമോ? Can you say to Jesus, ആ സ്നേഹം എന്നിൽ നിന്ന് ഒഴുകണം. Lord, let your love flow through me. ഞാൻ യോഗ്യനല്ല. I'm not worthy, Lord. പറഞ്ഞു Say, I'm not worthy. I'm not worthy, Lord. Lord, I'm not worthy. Let your love flow through me, Lord. I'm not worthy. പറയാൻ പറ്റുമോ? Can you say? പറയാൻ പറ്റുമോ? Can you say? സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒത്തിരി ശോധനകളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ വന്നപ്പോ, When many troubles and pain came into my life, ജീവിതത്തിൽ സംഭവിച്ച തിക്തഫലങ്ങൾ നിമിത്തം, because of the bad experiences of my life. സ്നേഹത്തിന് പുറത്തേക്ക് പോയെങ്കിൽ, Yes, if you have gone out of this love of Jesus, can you say to Jesus, ഞാൻ
യോഗ്യനല്ല. Lord, I'm not worthy. ഞാൻ ഈ സ്നേഹത്തെ പലപ്പോഴും മറന്നു. I have forgotten your love many times. ആ പാപം എന്നോട് നീ ഓർക്കല്ലേ. Lord, don't remember that sin against me. രണ്ട് വരി നമുക്കൊന്ന് പാടണം. Let's sing this song together. ഈ വരികൾ പാടുമ്പോൾ As these songs are being sung, ഉള്ളിൽ തട്ടി with your full heart, കണ്ണുനീരോടെ with tears, ആ സ്നേഹത്തെ നമുക്കൊന്ന് ഓർക്കാം. let us remember the love of Jesus. സ്നേഹത്തെ ആ കരം സ്വർഗത്തിലേക്ക് ഉയർത്തിക്ക്. Lift your hands to heaven. സ്നേഹത്തെ പറയാൻ പറ്റുമോ? Can you say that to Jesus? ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നു. Let me ask you a question. മറ്റെന്തിനേക്കാളും അധികം എനിക്ക് യേശുവിനെ സ്നേഹിക്കണം. ഞാൻ എവിടൊക്കെയോ വാക്കിലും നോട്ടത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും ഒക്കെ വേണ്ടവണ്ണം യേശുവിനെ സ്നേഹിക്കാൻ കഴിയാത്ത മേഖലകളിൽ എത്തിപ്പോയെങ്കിൽ, if you feel that you have been separated from the love of Christ due to your sin or due to your situation, എന്റെ സാഹചര്യങ്ങൾ നിമിത്തം, because of my situations, വേണ്ട പോലെ ഇമ്പോർട്ടൻസ് തരാൻ പറ്റിയില്ല, if you have not given Jesus the importance he ഞാൻ deserves, കൊടുത്ത പലതിന്റെയും പ്രയോറിറ്റിയുടെ അത്രയും യേശുവിന് കൊടുക്കാൻ പറ്റിയില്ല. if you have prioritized other things about Jesus, എനിക്ക് യേശുവിനെ സ്നേഹിക്കണം. you saying you want to love Jesus, എനിക്ക് യേശുവിനെ സ്നേഹിക്കണം do you want to love Jesus, എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഉയർത്തി. if you are willing to say that, Jesus, I want to love you more, എല്ലാ കണ്ണു ദിവസം lift your hands. വായികളെ തുറന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. Man of God is going to pray for you. ദൈവത്തിന്റെ സ്തോത്രം ചെയ്തേ, സ്തോത്രം ചെയ്തേ. Give glory to Jesus. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഞാൻ യേശുവിന്റെ നാമം ചൊല്ലി ഈ കരം ഉയർത്തിയവർ ആത്മാർത്ഥമായി ഉയർത്തിയതാണെങ്കിൽ അസാധാരണമായി യേശുവിനെ സ്നേഹിക്കാൻ ഇവരുടെ മേലൊരു അഭിഷേകം കൈമാറണമേ. Extraordinary realm of love ഇവരുടെ മേൽ ചലിക്കണമേ. ഈ സഭയെ ഞാൻ അനുഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം.